അങ്ങനെ ന്യൂനമർദ്ദം കനക്കുമ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായിട്ട് നിർത്താതെയുള്ള മഴയിൽ എല്ലായിടത്തും വെള്ളം കയറിയുണ്ട്. എല്ലാ വയലുകളും പാടങ്ങളും പിന്നെ തെങ്ങിൻ തോപ്പുകളൊക്കെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. മഴ ഇങ്ങനെ കനത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്യാപ്പില്ലാതെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സ്ഥലവും വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ അത്യാവശ്യം നല്ല മഴ തന്നെയാണ്. ഇതിപ്പം മലപ്പുറം ജില്ലത്തെ കാഴ്ചയാണ്. എല്ലാ പാടങ്ങളും നല്ല കവിഞ്ഞൊഴുകുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ പാടങ്ങളാണ്. പക്ഷേ ഒറ്റ ദിവസം മഴ കൊണ്ട് നന്നായിട്ട് കവിഞ്ഞൊഴുകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു തോടാണ്, നല്ല കവിഞ്ഞൊഴുകുന്നുണ്ട് തോട്. പാടത്തു നിന്ന് തോട്ടിലേക്ക് പോകുന്ന വെള്ളമാണ് ഈ കാണുന്നത്. നല്ല ഒഴുക്കുമുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഒഴുക്ക് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ തോട്ടിൽ നിന്ന് എന്താ പറയുക, പറമ്പിലേക്കൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ട്. തോടിൻ്റെ കെട്ട് കവിഞ്ഞൊഴുകുന്നുണ്ട്. അത്രയ്ക്കും മഴയാണ് ഒറ്റ ദിവസം കൊണ്ട് പെയ്തത്. നല്ല കിടിലനായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു തെങ്ങിൻ തോപ്പാണ്. മഴ പെയ്ത് നിറഞ്ഞൊഴുകുന്നുണ്ട്. നല്ല കൊക്കുകളും പിന്നെ വേറെ പല പറവകളും വന്നിരിക്കുന്ന സ്ഥലമാണ്. നല്ല കവിഞ്ഞൊഴുകുന്നുണ്ട്. തോട് കവിഞ്ഞൊഴുകിയിട്ടാണ് ഇത്രത്തോളം വെള്ളം വന്നിരിക്കുന്നത്. എല്ലായിടത്തും ഇതേപോലെ തന്നെയാണ്, നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. മഴ നല്ല കനത്തിലാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗവും ഇതേപോലെ തന്നെ നിറഞ്ഞു കവിഞ്ഞാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു തെങ്ങിൻ തോപ്പിൽ കൂടെയാണ് പോകുന്നത്. എല്ലാ ഭാഗവും നിറഞ്ഞൊഴുകി ഏതാണ് പാടന്നോ ഏതാണ് തെങ്ങിൻ തോപ്പെന്നോ മനസ്സിലാകാത്ത എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മിനിഞ്ഞാന്നോടെയാണ് മഴ ഇതേപോലെ കനത്തത്. ന്യൂനമർദ്ദത്തിൻ്റെ തന്നെ ഇന്നും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇതൊക്കെ തെങ്ങിൻ തോപ്പാണ്. വെള്ളം കയറി, തോട്ടിൽ നിന്ന് വെള്ളം കയറിയിട്ട് നന്നായിട്ട് മുങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗവും ബാക്കിയില്ലാത്ത ലെവലിലാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം ഇങ്ങനെ ന്യൂനമർദ്ദമാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് അവസ്ഥ എന്ന് പറയാനില്ല. റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെയാണ് മലപ്പുറം ജില്ലയിൽ. അപ്പം അതിനനുസരിച്ച് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പം തന്നെ ഈ കാണുന്നതൊക്കെ വറ്റി വരണ്ട് കിടന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ വെള്ളം കയറി ഒറ്റ ദിവസം കൊണ്ട്. ഏതായാലും നല്ല വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാതെ വെള്ളം കയറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം കൂടെ ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കേരളത്തിലെ എല്ലാ ഭാഗത്തും നല്ല വെള്ളക്കയറ്റം ഉണ്ടായിരിക്കുന്നു. പിന്നെ കുറേ ദേശാടന പക്ഷികൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ പാടത്തും കാണാം ദേശാടന പക്ഷികൾ. ഇത് നമ്മൾ എന്താ പറയുക, കൃഷി ചെയ്യുന്ന കാലഘട്ടമാണ്. പക്ഷേ ഇങ്ങനെ വെള്ളം കയറിയ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. എന്തായാലും നല്ലൊരു ഇതായിട്ട് തോന്നുന്നില്ല. മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നതൊക്കെ നല്ല തെങ്ങിൻ തോപ്പാണ്. പക്ഷേ വെള്ളം നിറഞ്ഞ് ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കെന്തായാലും കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. അവിടേക്ക് എത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട് നോക്കാം. എല്ലായിടത്തും തന്നെ അവസ്ഥ. നടന്നു പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ ജീവികളൊക്കെ ഉണ്ട്. ചേരയും പാമ്പൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ പെട്ടെന്ന് മഴയോടെ തന്നെ എല്ലാതും കൂട്ടുന്ന മളത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ പാടത്തൊക്കെ ഫുൾ വെള്ളമാണ്. മീൻ പിടിക്കാൻ അതൊക്കെ കാണാം. അവിടെയൊക്കെ പോയി നോക്കണം. എല്ലാവരും മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം മഴ പെയ്ത് കഴിഞ്ഞാൽ മീനൊക്കെ ഇറങ്ങും. അങ്ങനെ ന്യൂനമർദ്ദം വളരെയധികം ബാധിച്ചിരിക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും. തോടും പാടും പറമ്പൊക്കെ ഒരേപോലെ വെള്ളം നിറഞ്ഞ് ഏകദേശം 2 ദിവസം കൊണ്ട് എല്ലാ ഭാഗത്തും നല്ല വെള്ളക്കെട്ടായിട്ടുണ്ട്. ഇത് മലപ്പുറത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ്. മലപ്പുറത്ത് ഏകദേശം എല്ലാ സ്ഥലത്തും നല്ല മഴയാണ്. പാടും പറമ്പൊക്കെ നന്നായിട്ട് കുത്തിയൊലിച്ച് പോയിട്ടുമുണ്ട്. എന്താ പറയുക, നല്ലൊരു മഴക്കാലത്തിൻ്റെ പ്രതിനിധിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. അത്രയ്ക്ക് മഴ 2 ദിവസമായിട്ട് നിൽക്കാതെ മഴ പെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലവും പാടമൊക്കെ വെള്ളത്തിനടിയിലാണ്. നല്ല രീതിക്ക് കുത്തിയൊലിച്ച് പോകുന്ന ടൈപ്പിൽ മഴ പെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ഒഴുക്കുണ്ട് വെള്ളം.
കുത്തിയൊലിച്ച് ഈ പോകുന്നൊരു തോടാണ്. പക്ഷേ ഇതിപ്പം ഒരു പറമ്പാണ്, തെങ്ങൊക്കെ ഉള്ള പറമ്പാണ്. പക്ഷെ ഫുൾ വെള്ളം നിറഞ്ഞ് ആകെ എന്താ പറയുക, ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ലെവലിലേക്ക് വെള്ളം പൊന്തിയുണ്ട് എല്ലായിടത്തും. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം വെള്ളം പൊന്തിയിട്ടുണ്ടെന്ന്. ഈ ടൈമിലൊക്കെ കൃഷി നടക്കുന്ന ടൈമാണ്, നെൽകൃഷി നടക്കുന്ന ടൈമിലാണ് ഇങ്ങനെ വെള്ളം പൊന്തിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നഷ്ടം തന്നെയാണ്. പിന്നെ 2 ദിവസമായിട്ട് നല്ല കനത്ത മഴയാണ്, ഒരു രക്ഷയില്ലാത്ത ടൈപ്പിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും മഴ നിന്നിട്ടില്ല. ഇന്നിപ്പം ഡിസംബർ 3-ാം തീയതിയാണ്, എന്നിട്ട് പോലും മഴ നിന്നിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. തോട്ടത്തെ വെള്ളം നേരെ കുത്തിയൊലിച്ച് വരുന്നത് എന്താ പറയുക, പറമ്പിലേക്കാണ്, പാടത്തേക്കാണ്. പാടത്ത് മണ്ണൊക്കെ വന്ന് അടിഞ്ഞു കൂടിയുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ നെല്ലിന് വിത്തിട്ടതുണ്ട്. അപ്പം അതൊക്കെ വന്ന് അടിഞ്ഞു കൂടി ആകെ കർഷകരൊക്കെ നഷ്ടത്തിലാണ്. നമ്മളിപ്പം പാടത്തേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ നല്ല രീതിക്ക് വെള്ളവും മണ്ണും ഒലിച്ച് വന്നിട്ട് പാടം മൂടിയുണ്ട് മണ്ണുകൊണ്ട്. ഇതൊക്കെ വരമ്പ് കെട്ടിയിട്ടതായിരുന്നു. ആ വരമ്പൊക്കെ പൊട്ടി പാടത്തേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു കനത്ത നാശനഷ്ടം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരു മീൻ പോകുന്നുണ്ട് ഒരാൾ പോയി ആരും കണ്ടില്ലല്ലോ. ഒരു ഇതാണ്, നല്ല മീൻ വരുന്നുണ്ട്, മീനൊക്കെ ഉണ്ട് വെള്ളത്തിൽ. നല്ല രീതിക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഏകദേശം എല്ലാ ഭാഗത്തും നല്ല ഇതാകുന്നുണ്ട്, വെള്ളം നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാതെ ഒലിച്ചിറങ്ങുന്നുണ്ട് വെള്ളം, നമുക്ക് നടക്കാനേ പറ്റുന്നില്ല. ആ രീതിക്ക് വെള്ളം വരുന്നുണ്ട്. എല്ലാ വെള്ളത്തിലും നല്ല അധികം പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു വെള്ളച്ചാട്ടം ഇല്ല. നന്നായിട്ട് വെള്ളം വന്ന് അടിയുന്നുണ്ട്. നല്ല രീതിക്ക് നല്ല ഒഴുക്കുണ്ട്, നല്ല ശക്തിയിലാണ് വെള്ളം വന്ന്. നമുക്ക് കാലൊന്നും പക്ക നിലത്ത് വയ്ക്കുന്നില്ല. അയ്യോ, കുണ്ടിലേക്ക് വീഴുന്നുണ്ട്. പിന്നെ നല്ല രീതിക്ക് മണ്ണ് വന്ന് അടിയുന്നുണ്ട്, നല്ല മണ്ണ്. കാരണം കുത്തി ഒലിച്ച് വരുന്നതായതുകൊണ്ട് നല്ല മണ്ണുണ്ട്. ഒരു രക്ഷയില്ലാതെ പാടം നിറച്ച് ഇവിടെ എല്ലാം മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ മീൻപിടുത്തം നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം തോട് ഈ ഭാഗത്താണ് വന്ന് ചേരുന്നത്. പക്ഷേ ഇവിടെ നന്നായിട്ട് പൊട്ടി കുത്തിയൊലിച്ച് എന്താ പറയുക, പാടമൊക്കെ ആകെ നാശമായ ലെവലിലാണ്. നാശനഷ്ടങ്ങൾ കുറേ ഉണ്ട്. ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട് പാടം മൊത്തം. ഇവിടെയൊക്കെ ഭിത്തി ഇട്ടിട്ടുണ്ട് ചെറിയ ചെറിയ. നല്ല രീതിക്ക് പ്ലാസ്റ്റിക് ഒലിച്ചു വരുന്നതുകൊണ്ട് തന്നെ ഫുൾ സാധനം ഇവിടെ കയറ്റിയിട്ടുണ്ട്. പാടം മൊത്തം, നാട് മൊത്തം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഫുൾ വെള്ളത്തിലാണ്. കൃഷി നടക്കുന്ന പാടം മൊത്തം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. എന്തിനാ പിന്നെ കിട്ടാതെ വേണ്ടിട്ട് ഓരോന്ന് കാണിക്കുന്നു.
പിടിച്ചോ